നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കോഴിക്കോട് ഗോകുലം ഗ്രൂപ്പിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന അങ്ങനെ പൂർത്തിയായിരിക്കുകയാണ്. കോഴിക്കോട്ടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷം വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാനായി ഇപ്പോൾ ചെന്നൈയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ചെന്നൈയിലെ ഓഫീസിലേക്ക് എത്രയും വേഗം എത്താനാണ് ഇഡിയുടെ നിർദ്ദേശം. കോഴിക്കോട് അരയിടത്തുപാലത്തുള്ള ഗോകുലം ഗ്രാൻഡ് കോർപ്പറേറ്റ് ഓഫീസിലെ പരിശോധനയാണ് പൂർത്തിയായിട്ടുള്ളത്. രാവിലെ 11:30 ആരംഭിച്ച പരിശോധന വൈകുന്നേരം 3 മണിയോടെയാണ് അവസാനിച്ചത്. അതുവരെ ഈ പറയുന്ന ഓഫീസെല്ലാം തന്നെ ഇഡി അരിച്ചു പെറുക്കിയിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഗോകുലം ഗോപാലിനെ ചെന്നൈയിലേക്ക് ഇഡി വിളിപ്പിച്ചിരിക്കുന്നത്. തുടർന്ന് അദ്ദേഹം ചെന്നൈയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്നെത്തിയ സംഘമാണ് ഇവിടെ പരിശോധന നടത്തിയത്. അരയിടത്തുപാലത്തെ ഗോകുലം മാളിന് സമീപത്തെ ഓഫീസിലായിരുന്നു പരിശോധന. രാവിലെ ചെന്നൈയിലെ ഗോകുലം ഓഫീസിലും ആദ്യ പരിശോധന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നാലെ കോഴിക്കോട്ടെ ഓഫീസുകളിലും പരിശോധന നടത്തുകയായിരുന്നു. ചെന്നൈയിലെ ചിറ്റി ഓഫീസിലാകും ഇനി ചോദ്യം ചെയ്യൽ ഉണ്ടാവുക എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ചെന്നൈ കോടമ്പാക്കത്തെ ഗോകുലം ധനകാര്യ സ്ഥാപനങ്ങളിലും ഇഡി റെയ്ഡ് അവിടെ തുടരുകയാണ്. 1000 കോടി രൂപയുടെ വിദേശ പണം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട ഫെമ, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് 1999 നിയമപ്രകാരമാണ് പരിശോധന നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ പണം ഇടപാടുമായി ബന്ധപ്പെട്ടാണ് പരിശോധനകൾ നടക്കുക. അതേസമയം ഗോകുലം സ്ഥാപനങ്ങൾ 3 മാസമായി നിരീക്ഷണത്തിലാണെന്നും കേരളത്തിലും തമിഴ്നാട്ടിലുമായി 1000 കോടിയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് സംശയമെന്ന് ഇഡി പറഞ്ഞിട്ടുള്ളത്. അനധികൃതമായി വിദേശത്ത് സ്വത്ത് സമ്പാദിച്ചുവെന്നും സമീപകാല വിവാദങ്ങളുമായി പരിശോധനയ്ക്ക് ബന്ധമില്ല എന്നും ഇഡി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് പറയാൻ കാരണം എമ്പുരാൻ സിനിമ ദേശീയതലത്തിൽ വിവാദമായിരിക്കെയാണ് സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലിനെ ഇഡി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. കാരണം ഇപ്പോൾ ഈ ഒരു എമ്പുരാൻ സിനിമ വലിയ രീതിയിൽ തന്നെ വിവാദമായപ്പോൾ ആദ്യമൊക്കെ തന്നെ ഒരു ട്രോളായിട്ടായിരുന്നു ഇത് പുറത്തു വന്നിരുന്നത്. കാരണം ഉടൻ തന്നെ ഇഡി എന്നെയൊക്കെ ഗോകുലം ഗോപാലിൻ്റെ ഓഫീസുകളിൽ എത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ട്രോളുകൾ സോഷ്യൽ മീഡിയ പേജുകളിലായിട്ട് കാണാനായിട്ട് സാധിച്ചു. ഏതായാലും വിവാദം കത്തി നിൽക്കെ തന്നെയാണ്, ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. കാരണം ഏറ്റവും ഒടുവിലായിട്ട് ഈ സിനിമയുടെ വിവാദമായിട്ടുള്ള 24ഓളം ഭാഗങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് വീണ്ടും സിനിമ റിലീസ് എത്തിയിരിക്കുകയാണ്. ഇതിനിടയിൽ തന്നെയാണ് വിവാദങ്ങൾ ഇവിടെ നടക്കുന്നതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിൽ നിർമ്മാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലിനെ ഇഡി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വെച്ചും കമ്പയർ ചെയ്തുകൊണ്ടും ഇപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നുണ്ട്. ഇതിനു മുൻപും ഗോകുലം ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ പരിശോധന നടന്നിരുന്നു. 2017 നടന്ന പരിശോധനയിലും 1100 കോടി രൂപയുടെ കണക്കിൽപ്പെടാത്ത വരുമാനം ഗോകുലം ഗ്രൂപ്പിനുള്ളതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. ചിട്ടിയിൽ നിന്നുള്ള വരുമാനം റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിച്ചെന്നാണ് വിശദീകരണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ നികുതി ഇനത്തിൽ 330 കോടി രൂപയും നികുതി വെട്ടിച്ചതിനുള്ള പിഴയും അടയ്ക്കാൻ ഗോകുലം ഗ്രൂപ്പിനോട് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെടുകയാണ് അന്ന് ചെയ്തത്. ഇതിനുശേഷം സിനിമാ നിർമ്മാണ രംഗത്തേക്ക് കടന്നപ്പോഴും ഗോകുലം നോട്ടപ്പുള്ളിയായി. അടുത്തിടെ നിരവധി തവണ ഇഡി ഗോകുലം ഗോപാലനെ ചോദ്യം ചെയ്തിരുന്നു. മഞ്ഞുമൽ ബോയ്സ് സിനിമയെ മറയാക്കി കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ആരോപണമാണ് ആദ്യം ഉയർന്നത്. തമിഴ്നാട്ടിലെ വിതരണ ചുമതലയുണ്ടായിരുന്ന ഗോകുലം മൂവീസ് തിയേറ്ററുകളുമായി ഒത്തുകളിച്ചു കള്ളപ്പണം വെളുപ്പിച്ചെന്നായിരുന്നു അന്ന് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്ന ഒരു ആക്ഷേപം. പ്രദർശനത്തിന് 5-6 മണിക്കൂർ മുമ്പ് തന്നെ ബുക്കിംഗ് ആപ്പിൽ ഹൗസ്ഫുൾ ആയി കാണിക്കുന്ന ചില സിനിമകൾ പകുതിയിൽ അധികം ഒഴിഞ്ഞ സീറ്റുകളോടെ പ്രദർശിപ്പിക്കുന്നതിന്റെ ചിത്രങ്ങളും വീഡിയോകളും അടക്കമാണ് ഇഡിക്ക് പരാതി ലഭിച്ചത്. കള്ളപ്പണം വെളുപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ നിർമ്മിക്കുന്ന ഇത്തരം ചിത്രങ്ങൾ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ സൗജന്യ ടിക്കറ്റുകൾ ലോബിയുടെ കൈവശമെത്തും. ഇത് മുഴുവൻ സിനിമയുടെ യഥാർത്ഥ ടിക്കറ്റ് കളക്ഷനായി കണക്കിൽ വരും എന്നതാണ് തന്ത്രം. ഇത്തരം ലോബിയുമായി സഹകരിക്കാൻ തയ്യാറാകാത്ത നിർമ്മാതാക്കളുടെ സിനിമകളെ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കാൻ ചരട് വലിക്കുന്നതായും പരാതിയിൽ ഉയർന്നിരുന്നു. മഞ്ഞുമൽ ബോയ്സിന്റെ മറവിൽ വൻ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നെന്നായിരുന്നു ആദ്യം ഏറ്റവും ഒടുവിലായിട്ട് ഉയർന്നു വന്ന ആക്ഷേപം. ഈ പശ്ചാത്തലമാണ് ഗോകുലത്തിൽ ഇഡി എത്തിയത്. അതേസമയം റിപ്പോർട്ടർ ചാനൽ ഉടമകളുമായുള്ള ഗോകുലം ഗോപാലിന്റെ സാമ്പത്തിക ഇടപാടുകളും ഇഡി പരിശോധിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാവ് കൂടിയാണ് ഗോകുലം ഗോപാലൻ. സിനിമയിലെ ഗുജറാത്ത് വംശഹത്യയെ സൂചിപ്പിച്ച രംഗങ്ങൾ ഹിന്ദുത്വവാദികളെ പ്രകോപിപ്പിച്ചിരുന്നു. തിയേറ്ററിൽ പ്രദർശനം തുടങ്ങിയ ചിത്രം വീണ്ടും റീ എഡിറ്റ് ചെയ്താണ് ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നത്. എമ്പുരാൻ സിനിമ റിലീസായതിന് പിന്നാലെ ഗുജറാത്ത് കലാപം ചിത്രീകരിക്കുന്ന രംഗങ്ങളുടെ പേരിൽ സംഘപരിവാർ നേതാക്കൾ കടുത്ത വിദ്വേഷ പ്രസ്താവനകളുമായി രംഗത്ത് വന്നിരുന്നു. ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മാണത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്നാണ് അവസാന നിമിഷം ഗോകുലം ഗോപാലൻ എമ്പുരാൻ ഏറ്റെടുത്തത്. വിവാദമായതോടെ പ്രേക്ഷകർ സ്നേഹിക്കുന്ന താരങ്ങൾ അഭിനയിച്ച സിനിമ നിന്ന് പോകരുതെന്ന് കരുതിയാണ് എമ്പുരാനുമായി സഹകരിച്ചതെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞിരുന്നു. സിനിമ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വേണ്ട നടപടി സ്വീകരിക്കാൻ സംവിധായകൻ പൃഥ്വിരാജിനോട് പറഞ്ഞിട്ടുണ്ടെന്നും സിനിമ എടുക്കുന്നത് ആരെയും വേദനിപ്പിക്കാനല്ല എന്നും ഗോപാലൻ വിശദീകരിച്ചിരുന്നു. പിന്നാലെ സിനിമയിൽ പല രംഗങ്ങളിലും കടുംവെട്ട് നടത്തുകയും ചില ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യുകയും ചെയ്തു.
ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ തിയേറ്റർ മേഖലയിൽ കള്ളപ്പണ ലോബി നടത്തുന്ന തട്ടിപ്പുകൾ സംബന്ധിച്ച വിവരങ്ങൾ ഇഡിക്ക് 2 സിനിമാ നിർമ്മാതാക്കൾ നൽകിയിരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇതേ തുടർന്ന് കൂടുതൽ പരിശോധന നടത്തുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. നേരത്തെ പറവ ഫിലിംസിന്റെ ഉടമസ്ഥരായ ഷോൺ ആന്റണിയെയും സൗബിൻ ഷാഹിറിനെയും ഇഡി ചോദ്യം ചെയ്തിരുന്നു. സിനിമയുടെ വിതരണക്കാരായ ഗോകുലം മൂവീസ് സിനിമയുടെ ടിക്കറ്റ് കളക്ഷൻ വരുമാനം പെരുപ്പിച്ചു കാട്ടി കള്ളപ്പണം വെളുപ്പിച്ചെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ ലാഭം പെരുപ്പിച്ചു കാട്ടി കള്ളപ്പണം വെളുപ്പിച്ചതായുള്ള പരാതിയിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. ഈ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഗോകുലം ഗോപാലിനെ ഇഡി നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. മഞ്ഞുമൽ ബോയ്സിന് സമാനമായി മറ്റു പല സിനിമകളുടെയും റേറ്റിംഗ് ഉയർത്തി കാണിക്കാൻ പിന്നിൽ ലോബികൾ പ്രവർത്തിക്കുന്നതായാണ് ഇവരുടെ പരാതി. ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ചിലതും ഈ ലോബിയുടെ നിയന്ത്രണത്തിലാണെന്ന് പരാതി ഉയർന്നിരുന്നു. തമിഴ്നാട്ടിലെ വിതരണ ചുമതലയുണ്ടായിരുന്ന ഗോകുലം മൂവീസ് തിയേറ്ററുകളുമായി ഒത്തുകളിച്ച് കള്ളപ്പണം വെളുപ്പിച്ചെന്നുള്ള ആരോപണം തന്നെ പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട്. ഏതായാലും ലക്ഷക്കണക്കിന് രൂപയുടെ സൗജന്യ ടിക്കറ്റുകൾ ലോബിയുടെ കൈവശം ഇത്തരത്തിൽ എത്തുന്നുണ്ടെന്നാണ് പലപ്പോഴുമായിട്ട് ഉയർന്നു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള ഈ വിവാദങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നതിനിടയിലാണ്, ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഗോകുലത്തിൽ ഇഡി എത്തിയതും. ഗോകുലത്തിന്റെ ചെന്നൈ, കൊച്ചി, കോഴിക്കോട് ഓഫീസുകളാണ് ഇഡി പരിശോധന ഇന്ന് നടത്തിയത്. വിശദമായ പരിശോധനയാണ് ഇഡി നടത്തുന്നതെന്നാണ് വിവരം. ഇഡി ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. പൃഥ്വിരാജ് സിനിമ എമ്പുരാൻ 200 കോടി ക്ലബിൽ ഇടം നേടിയിരുന്നു. കളക്ഷനിൽ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുന്നതിനിടെയാണ് റെയ്ഡ്. വിവാദമായ എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാവാണ് ഗോകുലം ഗോപാലൻ. ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മാണത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്നാണ് ഗോകുലം ഗോപാലൻ സിനിമ ഏറ്റെടുത്തത്. അതിന് പിന്നാലെ തന്നെ പ്രേക്ഷകർ സ്നേഹിക്കുന്ന ഈ സിനിമ നിന്ന് പോകരുത് എന്ന് കരുതിക്കൊണ്ടാണ് ഇത് ഏറ്റെടുത്തതെന്ന് അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പല പ്രൊമോഷൻ വേദികളിലൊക്കെ തന്നെ ഗോകുലം ഗോപാലൻ നേരിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യ പ്രദർശനത്തിന് തന്നെ എല്ലാ താരങ്ങളും, സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള താരങ്ങളും കുടുംബവും സിനിമ കാണാനെത്തിയപ്പോഴും ഗോകുലം ഗോപാലനും ഈ സിനിമ കാണാനായിട്ട് ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഏറെ ശ്രദ്ധേയമായിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇഡി റെയ്ഡ് അവസാനിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ചെന്നൈയിൽ ഹാജരാകാൻ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തോട്. ചെന്നൈയിലേക്ക് അദ്ദേഹം പുറപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനുശേഷമായിരിക്കും എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അറിയാൻ സാധിക്കും. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വേറെ ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല. കാരണം എമ്പുരാൻ സിനിമയുടെ എഫക്റ്റാണോ ഇത്തരത്തിലൊരു ഇഡി റെയ്ഡിന് പിന്നിൽ എന്നുള്ള പല ആരോപണങ്ങളും ഉയരുന്നുണ്ട്. പക്ഷേ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റാരും തന്നെ ഇപ്പോൾ ഈ ഒരു ഇഡി നടപടിക്കെതിരെ ഇതുവരെയായിട്ടും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. എമ്പുരാൻ സിനിമ വിവാദമായപ്പോൾ ഇതിലെ പ്രധാന നടനായിട്ടുള്ള മോഹൻലാൽ മാത്രമാണ് ഖേദപ്രകടനം നടത്തിക്കൊണ്ട് രംഗത്ത് വന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പല സംഭവ വികാസങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതുവരെയായിട്ടും ആരും തന്നെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല.